ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH16 കൂടെയാണ്. ഭുവനേശ്വറിൽ നിന്നും കൊൽക്കത്തയിലേക്കാണ് യാത്ര. ഏകദേശം 470 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. 10 മണിക്കൂർ വരെ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ആശങ്കയും ഉണ്ട്. നമ്മുടെ വണ്ടിയിൽ കയറിയാൽ നമ്മൾ കുട്ടികളോട് അപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പറയാറുണ്ട്. അവർക്ക് എപ്പോഴും അത് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും സേഫ്റ്റി കൺസേൺസ് വെച്ച് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. ഒറീസയിൽ നിന്നും വെസ്റ്റ് ബംഗാൾ എത്തിയതോടുകൂടി വഴിയരികിലെ കാഴ്ചകളൊക്കെ ആകെ മാറി തുടങ്ങി. എങ്ങു നോക്കിയാലും നല്ല പോലെ കൃഷി. കിലോമീറ്ററുകളോളം റോഡിൻ്റെ സൈഡിൽ ധാന്യങ്ങൾ എന്തോ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു വെസ്റ്റ് ബംഗാൾ അല്ല ഇത്. പ്രകൃതി അനുഗ്രഹിച്ചു തന്ന ഒരുപാട് വരങ്ങളുള്ള ഒരു സംസ്ഥാനമാണിത്. ഇതിലൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് എത്രത്തോളം ഇത് മനോഹരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദീർഘയാത്ര കഴിഞ്ഞ് നമ്മളിതേ കൊൽക്കത്ത നഗരപ്രദേശത്തിലേക്ക് അടുക്കുകയാണ്. ഗ്രാമീണ കാഴ്ചകളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വളരെയധികം മാലിന്യങ്ങളും ജനത്തിരക്കും ഒക്കെയാണ് നമുക്ക് സിറ്റിയോട് അടുക്കും തോറും കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. ശരിക്കും കൊൽക്കത്തയുടെ മുഖം ഇതാണെന്ന് തന്നെ നമുക്ക് പറയാം. പല സിനിമകളും കൊൽക്കത്ത എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൗറ ബ്രിഡ്ജ് തന്നെയാണ് കാണിക്കാനുള്ളത്. ഇതൊരു അത്ഭുത നിർമ്മിതിയാണ്. ഹൂഗ്ലി നദിയുടെ മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പാലം. പില്ലേഴ്സ് ഒന്നുമില്ലാതെ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാന്റിലിവർ ബ്രിഡ്ജസിലൊന്നാണിത്. നഗരത്തിലേക്ക് അടുക്കും തോറും മാലിന്യ കൂമ്പാരങ്ങൾ പിന്നെയും കാണാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വൈകിട്ടൊരു 7 മണിയോടുകൂടിയാണ് നമ്മൾ കൊൽക്കത്തയിലേക്ക് എത്തുന്നത്. ഈ കാണുന്നതാണ് ബിശ്വ ബംഗ്ല ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഒക്കെയാണുള്ളത്. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ റൂമിലേക്ക് എത്തിച്ചേരാനുള്ള തിരക്കിലായിരുന്നു. അത്രയും തിരക്കുള്ള ഒരു നഗരമാണ് കൊൽക്കത്ത നഗരം. രാത്രിയാകും തോറും ആ നഗരത്തിലെ തിക്കും തിരക്കും നമ്മളെ തെല്ലൊന്ന് ഭയപ്പെടുത്തിയിരുന്നു. ഇനി കൊൽക്കത്ത വിശേഷങ്ങളിലേക്ക് യാത്രകൾ തുടരും.